JK അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് എല്ലാം നടക്കുന്ന പരീക്ഷകളുടെ ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ച് തയ്യാറായിട്ടുള്ള ക്രാഷ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനത്തെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ മെയിൻ എക്സാം സ്പെഷ്യൽ ക്രാഷ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള MS Excel 2007 ആണ്. അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ടാണ് ക്ലാസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യം 19/12/2021 നമ്മുടെ 6ാമത്തെ മോഡൽ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കണം. ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കാണണം. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എക്സൽ വിച്ച് റിബൺ ടാബ് ഡസ് പ്രൂഫിംഗ് ഗ്രൂപ്പ് അപ്പിയർ? അതായത് എക്സലില് ഏത് റിബൺ ടാബിലാണ് പ്രൂഫിംഗ് ഗ്രൂപ്പ് ദൃശ്യമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡേറ്റ, ഓപ്ഷൻ ബി ഇൻസേർട്ട്, ഓപ്ഷൻ സി റിവ്യൂ, ഓപ്ഷൻ ഡി ഫോർമുലാസ്. ഇൻ എക്സൽ വിച്ച് റിബൺ ടാബ് ഡസ് പ്രൂഫിംഗ് ഗ്രൂപ്പ് അപ്പിയർ? ഓപ്ഷൻ സി ആണ് ആൻസർ, റിവ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എക്സൽ വിച്ച് റിബൺ ടാബ് ഡസ് മാക്രോസ് ഗ്രൂപ്പ് അപ്പിയർ? അതായത് എക്സലിലെ ഏത് റിബൺ / ടാബിലാണ് മാക്രോസ് ഗ്രൂപ്പ് ദൃശ്യമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡേറ്റ, ഓപ്ഷൻ ബി വ്യൂ, ഓപ്ഷൻ സി റിവ്യൂ, ഓപ്ഷൻ ഡി ഫോർമുലാസ്. ഇൻ എക്സൽ വിച്ച് റിബൺ / ടാബ് ഡസ് മാക്രോസ് ഗ്രൂപ്പ് അപ്പിയർ? ഓപ്ഷൻ ബി ആൻസർ, വ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. In which ribbon does conditional formatting button appear? In which ribbon does conditional formatting button appear? അതായത് ഏത് റിബണിലാണ് സോപാധിക ഫോർമാറ്റിംഗ് ബട്ടൺ ദൃശ്യമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡേറ്റ, ഓപ്ഷൻ ബി ഹോം, ഓപ്ഷൻ സി വ്യൂ, ഓപ്ഷൻ ഡി ഇൻസേർട്ട്. ഇൻ വിച്ച് റിബൺ ഡസ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ബട്ടൺ അപ്പിയർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഹോം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എക്സൽ ഫങ്ഷൻസ് ആർഗ്യുമെന്റ്സ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ എ ഡാഷ്? അതായത് എക്സലില് എക്സൽ ഫംഗ്ഷനുകളില് ആർഗ്യുമെന്റുകൾ ഡാഷ് എന്നതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സിംബല്, ഓപ്ഷൻ ബി സിംബല്, ഓപ്ഷൻ സി സിംബല്, ഓപ്ഷൻ ഡി സിംബല്. ഇൻ എക്സൽ ഫങ്ഷൻസ് ആർഗ്യുമെന്റ്സ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ഏത് സിംബലിലാണ്? ഓപ്ഷൻ എ സിംബലിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഐക്കൺ ഈസ് യൂസ്ഡ് ഫോർ ഓട്ടോ സം? വിച്ച് ഐക്കൺ ഈസ് യൂസ്ഡ് ഫോർ ഓട്ടോ സം? അതായത് ഈ ഓട്ടോ സമ്മിനായിട്ട് ഏത് ഐക്കൺ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിലായിട്ട് തന്നിട്ടുള്ള ഐക്കണിൽ ഏതാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ FX, ഓപ്ഷൻ ബി സിംബല്, ഓപ്ഷൻ സി XF, ഓപ്ഷൻ ഡി ഡോട്ട്. വിച്ച് ഐക്കൺ ഈസ് യൂസ്ഡ് ഫോർ ഓട്ടോ സം? എല്ലാവർക്കും അറിയാം അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഇൻ ദ ഗിവൺ റേഞ്ച്? അതായത് നൽകിയിരിക്കുന്ന ശ്രേണിയിലെ ഏറ്റവും കുറഞ്ഞ മൂല്യം കണ്ടെത്താൻ ഏത് കമാൻഡ് ഉപയോഗിക്കുന്നു? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മിനിമം സിംബല്, ഓപ്ഷൻ ബി മാക്സിമം സിംബല്, ഓപ്ഷൻ സി സം സിംബല്, ഓപ്ഷൻ ഡി ആവറേജ് സിംബല്. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഇൻ ദ ഗിവൺ റേഞ്ച്? ഓപ്ഷൻ എ ആണ് ആൻസർ, മിനിമം മിൻ സിംബൽ. അടുത്ത ക്വസ്റ്റ്യൻ. Which symbol in Excel indicates the content in the cell is a formula? എക്സലിലെ ഏത് ചിഹ്നമാണ് സെല്ലിലെ ഉള്ളടക്കം ഒരു ഫോർമുലയാണെന്ന് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സമം, ഓപ്ഷൻ ബി സിംബല്, ഓപ്ഷൻ സി @, ഓപ്ഷൻ ഡി സിംബല്. Which symbol in Excel indicates the content in the cell is a formula? ഓപ്ഷൻ എ ആണ് ആൻസർ, സമം.
അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഗ്രൂപ്പ് ദ ഇൻസേർട്ട് ഫംഗ്ഷൻ എഫക്ട്സ് ബട്ടൺ അപ്പിയർ? അതായത് ഏത് ഗ്രൂപ്പിലാണ് ഇൻസേർട്ട് ഫംഗ്ഷൻ എഫക്ട്സ് ബട്ടൺ ദൃശ്യമാകുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കാൽക്കുലേഷൻ, ഓപ്ഷൻ ബി ഡിഫൈൻഡ് നൈംസ്, ഓപ്ഷൻ സി ഫംഗ്ഷൻ ലൈബ്രറി, ഓപ്ഷൻ ഡി ഫോർമുല ഓഡിറ്റിംഗ്. ഇൻ വിച്ച് ഗ്രൂപ്പ് ദ ഇൻസേർട്ട് ഫംഗ്ഷൻ എഫക്ട്സ് ബട്ടൺ അപ്പിയർ? ഓപ്ഷൻ സി ആണ് ആൻസർ, ഫംഗ്ഷൻ ലൈബ്രറി. അടുത്ത ക്വസ്റ്റ്യൻ, which option is used to display series of numeric data in a graphical format? അതായത് ഈ ഒരു ഗ്രാഫിക്കൽ ഫോർമാറ്റില് സംഖ്യാ ഡേറ്റയുടെ ശ്രേണി പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടേബിള്, ഓപ്ഷൻ ബി ചാർട്ട്, ഓപ്ഷൻ സി മാക്രോ, ഓപ്ഷൻ ഡി pivot table. Which option is used to display series of numeric data in a graphical format? ഓപ്ഷൻ ബി ആണ് ആൻസർ, ചാർട്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഈ LD ടൈപ്പിസ്റ്റിന്റെ മെയിൻ എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ ഒരു ബുക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഏറ്റവും പുതിയ സിലബസും അതോടൊപ്പം തന്നെ 10 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഉൾപ്പെടുത്തിയ ഒരു ബുക്കാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കാണത്. ബുക്ക് അല്ലെങ്കിൽ റാങ്ക് ഫയൽ എന്ന് പറയാം. അപ്പോൾ ആ ബുക്ക് അത് നമ്മൾ PDF ആയിട്ടാണ് എൻ്റെ കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ മെയിൽ അഡ്രസ്സ്, അതായത് എനിക്ക് വാട്സപ്പ് വഴി അയച്ചു തന്നാൽ മതി. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആ ബുക്കിന്റെ PDF ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ വാട്സപ്പ് വഴി നിങ്ങൾക്ക് എനിക്ക് മെയിൽ അഡ്രസ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി മെയിൽ വഴി നിങ്ങൾക്ക് ബുക്കിന്റെ PDF അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുക എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതിയാകും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ചാർട്ട് ഇൻ എക്സൽ കണക്ട്സ് ഇൻഡിവിജ്വൽ ഡേറ്റ പോയിന്റ്സ്? അതായത് എക്സലിലെ ഏത് തരത്തിലുള്ള ചാർട്ടാണ് വ്യക്തിഗത ഡേറ്റ പോയിന്റുകളെ ബന്ധിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പയ്യ്, ഓപ്ഷൻ ബി ബാറ്, ഓപ്ഷൻ സി ലൈന്, ഓപ്ഷൻ ഡി കോളം. വിച്ച് ടൈപ്പ് ഓഫ് ചാർട്ട് ഇൻ എക്സൽ കണക്ട്സ് ഇൻഡിവിജ്വൽ ഡേറ്റ പോയിന്റ്സ്? ഓപ്ഷൻ എ ആണ് ആൻസർ, പയ്യ്. അടുത്ത ക്വസ്റ്റ്യൻ, the color combination and style of the bar can be changed by using dash. അതായത് ഈ ഡാഷ് ഉപയോഗിച്ച് ബാറിന്റെ വർണ്ണ സംയോജനവും ശൈലിയും മാറ്റാൻ കഴിയും. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ചാർട്ട് സ്റ്റൈല്, ഓപ്ഷൻ ബി ഷേപ്പ് സ്റ്റൈല്, ഓപ്ഷൻ സി ചാർട്ട് ലേഔട്ട്, ഓപ്ഷൻ ഡി റീസെറ്റ് ടു മാച്ച് സ്റ്റൈല്. ദ കളർ കോമ്പിനേഷൻ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ ബാർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ യൂസിങ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ചാർട്ട് സ്റ്റൈല്. അടുത്ത ക്വസ്റ്റ്യൻ, which chart is used to show what percent a particular item represents a data series? അതായത് ഒരു പ്രത്യേക ഇനം എത്ര ശതമാനം ഡേറ്റ ശ്രേണിയെ പ്രതിനിധീകരിക്കുന്നു എന്ന് കാണിക്കാൻ ഏത് ചാർട്ട് ഉപയോഗിക്കുന്നു? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പയ്യ്, ഓപ്ഷൻ ബി ബാറ്, ഓപ്ഷൻ സി ലൈൻ ഗ്രാഫ്, ഓപ്ഷൻ ഡി സ്കാറ്റർ പ്ലോട്ട്. Which chart is used to show what percent a particular item represents a data series? Option A and answer pie. Question, the entire chart and its element is known as a dash. അതായത് മുഴുവൻ ചാർട്ടും അതിന്റെ ഘടകവും അറിയപ്പെടുന്നത് ഡാഷ് എന്നാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പ്ലോട്ട് ഏരിയ, ഓപ്ഷൻ ബി ഡേറ്റ ലേബല്, ഓപ്ഷൻ സി ചാർട്ട് ഏരിയ, ഓപ്ഷൻ ഡി ഡേറ്റ പോയിന്റ്സ്. ദ എൻറ്റയർ ചാർട്ട് ആൻഡ് ഇറ്റ്സ് എലിമെന്റ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ചാർട്ട് ഏരിയ. അടുത്ത ക്വസ്റ്റ്യൻ, which shortcut key is used to display a chart in separate sheet? അതായത് ഒരു ചാർട്ട് പ്രത്യേക ഷീറ്റിൽ പ്രദർശിപ്പിക്കാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ F11, ഓപ്ഷൻ ബി Alt+ F11,
ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് F11, ഓപ്ഷൻ ഡി ഷിഫ്റ്റ് പ്ലസ് F11. വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ ചാർട്ട് ഇൻ സെപ്പറേറ്റ് ഷീറ്റ്? ഓപ്ഷൻ എ ആണ് ആൻസർ, F11. അറോസിൻ. ഇൻ വിച്ച് റിബൺ സ്ലാഷ് ടാബ് സോർട്ട് ആൻഡ് ഫിൽട്ടർ ബട്ടൺ അപ്പിയർ? അതായത് ഏത് റിബൺ ടാബിലാണ് സോർട്ട് ഫിൽട്ടർ ബട്ടൺ ദൃശ്യമാകും? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വ്യൂ, ഓപ്ഷൻ ബി ഇൻസേർട്ട്, ഓപ്ഷൻ സി ഹോം, ഓപ്ഷൻ ഡി റിവ്യൂ. ഏതിലാണ് ദൃശ്യമാവുന്നത്? ഏത് റിബൺ ടാബിലാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഹോം. അടുത്ത ക്വസ്റ്റ്യൻ. Which option is used to rearrange the data in desired order? അതായത് ആവശ്യമുള്ള ക്രമത്തിൽ ഡാറ്റ പുനഃക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സോർട്ട്, ഓപ്ഷൻ ബി ഫൈൻഡ്, ഓപ്ഷൻ സി ഫിൽറ്റർ, ഓപ്ഷൻ ഡി റീപ്ലേസ്. വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു റീഅറേഞ്ച് ദ ഡാറ്റ ഇൻ ഡിസൈർഡ് ഓർഡർ? ഓപ്ഷൻ എ ആണ് ആൻസർ, സോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. In which ribbon slash tab does the short subtotal is located? അതായത് ഈ ഏത് റിബൺ ടാബിലാണ് സബ് ടോട്ടൽ സ്ഥിതി ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡാറ്റ, ഓപ്ഷൻ ബി ഇൻസേർട്ട്, ഓപ്ഷൻ സി ഹോം, ഓപ്ഷൻ ഡി റിവ്യൂ. ഇൻ വിച്ച് റിബൺ സ്ലാഷ് ടാബ് ഡസ് ദ സബ് ടോട്ടൽ ഈസ് ലൊക്കേറ്റഡ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഡാറ്റ. അടുത്ത ക്വസ്റ്റ്യൻ. A series of commands and functions stored to perform a task is known as a dash. അതായത് ഒരു ചുമതല നിർവഹിക്കുന്നതിന് സംഭരിച്ചിരിക്കുന്ന കമാൻഡുകളുടെയും ഫംഗ്ഷനുകളുടെയും ഒരു ശ്രേണി ഡാഷ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മാക്രോസ്, ഓപ്ഷൻ ബി ഡാറ്റ ഫോംസ്, ഓപ്ഷൻ സി പിവോട്ട് ടേബിൾസ്, ഓപ്ഷൻ ഡി ഡാറ്റ വാലിഡേഷൻ. എ സീരീസ് ഓഫ് കമാൻഡ്സ് ആൻഡ് ഫംഗ്ഷൻസ് സോർട്ടഡ് ടു perform a task is known as option A and answer macros. Other question. Which type of key should combine with the control key is create a macro key in Excel? അതായത് എക്സലില് ഒരു മാക്രോ കീ സൃഷ്ടിക്കുന്നത് ഏത് തരത്തിലുള്ള കീയാണ് കൺട്രോൾ കീയുമായി സംയോജിപ്പിക്കേണ്ടത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ന്യൂമറിക്, ഓപ്ഷൻ ബി ആൽഫബറ്റിക്, ഓപ്ഷൻ സി ആൽഫ ന്യൂമറിക്, ഓപ്ഷൻ ഡി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. വിച്ച് ടൈപ്പ് ഓഫ് കീ ഷുഡ് കമ്പൈൻ വിത്ത് കൺട്രോൾ കീ ഈസ് ക്രിയേറ്റ് എ മാക്രോ കീ ഇൻ എക്സൽ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ആൽഫബറ്റിക്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് യൂസ്ഫുൾ ഫോർ സ്പീഡി ഡാറ്റ അനാലിസിസ് ഇൻ എക്സൽ? അതായത് ഈ എക്സലില് വേഗത്തിലുള്ള ഡാറ്റ വിശകലനത്തിന് ഉപയോഗപ്രദമായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മാക്രോസ്, ഓപ്ഷൻ ബി ഡാറ്റ ഫോംസ്, ഓപ്ഷൻ സി പിവോട്ട് ടേബിൾസ്, ഓപ്ഷൻ ഡി ഡാറ്റ വാലിഡേഷൻ. വിച്ച് വൺ ഈസ് യൂസ്ഫുൾ ഫോർ സ്പീഡി ഡാറ്റ അനാലിസിസ് ഇൻ എക്സൽ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഡാറ്റ വാലിഡേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. An Excel file is generally called a slash ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇ സ്പ്രെഡ്ഷീറ്റ്, ഓപ്ഷൻ ബി വർക്ക്ഷീറ്റ്, ഓപ്ഷൻ സി വർക്ക് ബുക്ക്, ഓപ്ഷൻ ഡി ഷീറ്റ്. അതായത് എക്സൽ ഫയലിനെ പൊതുവെ ഒരു ഡാഷ് എന്ന് വിളിക്കുന്നു. എന്നാ വിളിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ, വർക്ക് ബുക്ക് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. In Excel, rows are labeled as a dash. അതായത് ഈ എക്സലിലെ വരികൾ ഡാഷ് എന്നിങ്ങനെ ലേബൽ ചെയ്തിരിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബി സി എക്സെട്ര, ഓപ്ഷൻ ബി 1 2 3 എക്സെട്ര, ഓപ്ഷൻ സി A1 A2 എക്സെട്ര, ഓപ്ഷൻ ഡി എ സിംബൽ എ സിംബൽ എക്സെട്ര. ഏതാണ് ആൻസർ? ഇൻ എക്സൽ റോസ് ആർ ലേബൽഡ് ആസ് ഓപ്ഷൻ ബി ആണ് ആൻസർ, 1 2 3 എക്സെട്ര. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എക്സൽ വിച്ച് വൺ ഡിനോട്ടഡ് എ റേഞ്ച് ഫ്രം B1 ത്രൂ E5? അതായത് ഈ എക്സലില് ഏത് എക്സലില് ഇത് B1 മുതൽ E5 വരെയുള്ള ശ്രേണിയെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ B1 മൈനസ് E5, ഓപ്ഷൻ ബി B1 സിമ്പിൾ E5,
Option C, B1 to E5. Option D, B1 is to E5. In Excel, which one denoted a range from B1 through E5? Option D and answer, B1 is to E5. Question. A feature that displays only the data in column according to specified criteria. അതായത് നിർദ്ദിഷ്ട മാനദണ്ഡം ഡാഷ് അനുസരിച്ച് കോളത്തിലെ ഡേറ്റ മാത്രം പ്രദർശിപ്പിക്കുന്ന ഒരു സവിശേഷതകൾ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫോർമുല, ഓപ്ഷൻ ബി സോർട്ടിങ്, ഓപ്ഷൻ സി ഫിൽട്ടറിങ്, ഓപ്ഷൻ ഡി പിവോട്ട്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, ഫിൽട്ടറിങ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫങ്ഷൻസ് ഇൻ MS Excel മസ്റ്റ് ബിഗിൻ വിത്ത് ഡാഷ്. അതായത് MS Excelലെ പ്രവർത്തനങ്ങൾ ഡാഷിൽ ആരംഭിക്കണം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ആൻ സിമ്പിൾ സൈന്, ഓപ്ഷൻ ബി ആൻ പ്ലസ് സൈന്, ഓപ്ഷൻ സി എ ഈക്വൽ സൈൻ സമം സൈന്, ഓപ്ഷൻ ഡി എ ഗ്രേറ്റർ ദാൻ സൈന്. ഫങ്ഷൻസ് ഇൻ MS Excel മസ്റ്റ് ബിഗിൻ വിത്ത് ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ, എ ഈക്വൽ സൈൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.